ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 200 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നോക്കുന്നത്. There is a hexagonal pit in the school ground to collect rain water. സ്കൂൾ ഗ്രൗണ്ടിൽ മഴവെള്ളം കളക്ട് ചെയ്യാന് ശേഖരിക്കാൻ എന്തുണ്ട്, ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. Each side of the hexagon is 2 meters and the depth of the pit is 3 meter. അപ്പോൾ ഏത് ഷേപ്പിലാണ്? ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ്, അതായത് സമഷഡ്ഭുജ ഷേപ്പിലാണ് ആ കുഴി ഉള്ളത്. അതിന്റെ ഓരോ സൈഡും 2 മീറ്റർ ആണ്. അതുപോലെ അതിന്റെ ഡെപ്ത്, അതിന്റെ ആഴം എത്രയുണ്ട്? 3 മീറ്റർ ആണ്. It now contain water 1 meter deep. ഇപ്പൊ അത് എത്ര മഴ നിറഞ്ഞിട്ടില്ല. ആ കുഴിയിൽ എത്ര വെള്ളമുണ്ട്? 1 മീറ്റർ വെള്ളമുണ്ട്. ഹൗ മച്ച് ലിറ്റർ ഈസ് ദീസ്? അങ്ങനെയാണ് എത്ര ലിറ്റർ ആണ് അതിൽ വെള്ളം ഉള്ളത്. അതുപോലെ തന്നെ ഹൗ മച്ച് മോർ ലിറ്റർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ഇനി എത്ര കൂടുതൽ വെള്ളം, ഇനി എത്രയും കൂടി വെള്ളം അതിൽ കൊള്ളും? അതാണ് അപ്പം നമ്മൾ കാണേണ്ടത്. അപ്പം നോക്കാം. അപ്പൊ ഇതാ ഇവിടെ ഇതാണ് നമ്മൾ ഹെക്സഗൺ ഷേപ്പിലുള്ള ആ ഒരു കുഴിന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. ഇങ്ങനെയാണ് നമ്മുടെ ആ ഹെക്സഗൺ, അതായത് സമഷഡ്ഭുജ ഷേപ്പിലുള്ള ആ കുഴി ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ട് ആട്ടോ. അപ്പോൾ മഴവെള്ളം വീഴുമ്പോഴത്തേയും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വീഴും. അപ്പോൾ എത്രയുണ്ട് വെള്ളം? ഇതിന് ടോട്ടൽ നമുക്ക് ഓരോ ഇതിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഹെക്സഗൺ പിറ്റ്, ഈ കുഴിയുടെ ഒരു സൈഡ് എത്രയുണ്ട്? 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ എന്തായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. ഇത് ബേസും എന്തായിരിക്കും? എല്ലാം 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ആഴം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇതിൽ എത്ര കൊള്ളും അല്ലേ? അതിന്റെ ഹൈറ്റ് അല്ലേ ആഴം വരുന്നത്? അത് എത്രയാണ് തന്നിരിക്കുന്നത്? ടോട്ടൽ ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ്? 3 മീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. 3 മീറ്റർ ആണ് ഇത്രയും ആഴം. പക്ഷെ ഇപ്പൊ വെള്ളം ഫുള്ളായിട്ട് വെള്ളം ഉണ്ടോ? ഇല്ല. നമ്മളോട് പറഞ്ഞത് എന്താണ്? അതിന്റെ ഇപ്പൊ എത്രയാണ് ഇപ്പൊ ഉള്ളത്? 1 മീറ്റർ ആണ് വെള്ളം ഉള്ളത്. അപ്പോൾ ഏകദേശം 3 ആണെങ്കിൽ ഇത്രയും 1 എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഇപ്പം എത്ര ഉണ്ട്? ഇത്ര വെള്ളം ഇതിലുണ്ട്. ഇത്രയും വെള്ളം ഇതിലിപ്പോൾ മഴവെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചോദിച്ചത് എന്താണ്? ഈ നിറഞ്ഞ വെള്ളത്തിന്റെ എത്ര ലിറ്റർ ആണ്? ഇപ്പം നമുക്ക് പറഞ്ഞു ഈ കുഴി ഇത്ര വെള്ളം ഉണ്ട്, ഇത് എത്ര ലിറ്റർ ആണ്? അതുപോലെ ഇനി എത്രയും കൂടി നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് എത്ര ലിറ്റർ ആണ് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് 1 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 3 മീറ്റർ ആണ്. 1 മീറ്റർ ഇപ്പോൾ വെള്ളം ഫുൾ ആയിട്ടുണ്ട്. ഹെക്സഗണിന്റെ 1 സൈഡ് 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര ലിറ്റർ ആണ്. നമ്മൾ ഇപ്പോൾ വെള്ളം നിറഞ്ഞത് എത്ര ലിറ്റർ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഭാഗത്തിന്റെ വോളിയം കാണണം. അതായത് ഈ 1 മീറ്റർ ഇത്രയും ഭാഗത്തിന്റെ വോളിയം കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ എത്ര വെള്ളം അടങ്ങിയിട്ടുണ്ട്, എത്ര ലിറ്റർ വെള്ളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വോളിയം കാണാൻ ഇതിന്റെ ഷേപ്പ് എന്താ നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇതിന്റെ ഷേപ്പ് എന്താണ്? ഇവിടെ എന്ത് ഷേപ്പാണോ? അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ആ ഗ്ലാസിന്റെ ഷേപ്പിലാണ്, എത്ര വെള്ളം ആ ഗ്ലാസിന്റെ ഷേപ്പിലാണ് ആ വെള്ളത്തിന് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇത് ഒരു ഹെക്സഗൺ, ഒരു പ്രിസത്തിന്റെ ഷേപ്പ് ആണെങ്കിൽ അത് ഈ വെള്ളത്തിന്റെ ഷേപ്പ് ഇവിടെ എന്തായിരിക്കും? ആ ഒരു സെയിം ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ വോളിയം കാണാണ് ഈ ഹെക്സഗണിന്റെ വോളിയം കാണേണ്ടത്. അപ്പൊ നമുക്കൊക്കെ അറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ആദ്യം ബേസ് ഏരിയ കാണണം. ബേസ് ഏരിയ കണ്ടിട്ട് പിന്നെ അതിനെ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പോൾ ബേസ് ഏരിയ ഇവിടുത്തെ ബേസിന്റെ ഷേപ്പ് എന്താണ്? ഹെക്സഗൺ ഷേപ്പാണ്, അല്ലെങ്കിൽ സമഷഡ്ഭുജാണ് അല്ലേ? 6 സൈഡിലെ 6 സൈഡിലെ ഒരു ഷേപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ബേസ് ഏരിയ കാണാം. അത് കാണാൻ നമുക്ക് എന്ത് വേണം? ബേസ് ഏരിയ, ഹെക്സഗൺ ഷേപ്പിലുള്ള ഈ ഒരു ഇതിന്റെ ബേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയണം. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്തായിരുന്നു നമ്മൾ കണ്ടത്? √3/4a² ആണ് അല്ലേ? അതിന്റെ കൂടെ ഒരു 6ഉം കൂടി ഇൻറ്റു ചെയ്താൽ എന്തായി? നമ്മുടെ ഹെക്സഗണിന്റെ ബേസ് ഏരിയ കാണാനായി. അപ്പൊ 6 × √3/4a² ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എ എന്താണ്? ഒരു സൈഡ് എത്രയാണ്? ഇവിടെ 2 അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ എ = 2 സെന്റിമീറ്റർ ആണ്, 2 മീറ്റർ ആണ് നമുക്ക് എയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് കാണാം = എന്താണ്? 6 × √3/4 ഇവിടെ എന്താണ്? എക്ക് പകരം 2 ആണ്. അപ്പൊ 2² വന്നു. ഈ 2² പറഞ്ഞാൽ 4 ആണ്. ഇവിടെയും 4 ഉണ്ട്. ഈ 4നെയും ഈ 4 നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താണ്? 6 × √3 എന്ന് പറഞ്ഞാല് 6√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് എന്ത് കിട്ടിയത്? മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇതിന്റെ ബേസ് ഏരിയ കിട്ടിയത്. നമ്മുടെ കഴിഞ്ഞോ? നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഈ ബേസ് ഏരിയ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഹൈറ്റ് കൊണ്ട് ബേസ് ഏരിയനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണ് നമ്മുടെ വോളിയം കിട്ടുക. അപ്പൊ നമുക്ക് വോളിയം കാണാം. വോളിയം =
ബേസ് ഏരിയ എത്ര കിട്ടി 6√3 ഇൻറ്റു ഇനി ഹൈറ്റ് ഇവിടെ എത്ര തന്നിരിക്കുന്നത് ടോട്ടൽ 3 ഉണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളം എത്ര വെള്ളം ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അതിന്റെ ഹൈറ്റ് അല്ലേ നമ്മൾ കാണുന്നത് അത് 1 മീറ്റർ അല്ലേ അപ്പൊ ഇൻറ്റു 1 അപ്പൊ 6√3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6√3 മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി വോളിയം കിട്ടി 6√3 മീറ്റർ ക്യൂബാണ്. നമ്മളോട് വോളിയം കാണാനാണോ മീറ്റർ ക്യൂബിലാണോ വോളിയം കാണാൻ പറഞ്ഞത് അല്ല, നമ്മളോട് എന്തെല്ലാം പറഞ്ഞത് ലിറ്റർ എത്ര ലിറ്റർ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തറിയണം 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് നമുക്ക് അറിയണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം 6 ഇൻറ്റു ആദ്യം നമുക്ക് അതിന് മുമ്പ് 6 ഇൻറ്റു √3 വാല്യൂ അറിയാം അല്ലെ. √3 = 1.732 ആണ്. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കാം 1.732. എന്ത് ചെയ്യാം ഇൻറ്റു ചെയ്യാം 1732 ഇൻറ്റു 6 നമ്മൾക്ക് ഇൻറ്റു ചെയ്യാം. നമുക്ക് എത്ര കിട്ടും 2 ഇൻറ്റു 6 12 റിമൈൻഡർ 1 3 ഇൻറ്റു 6 18 പ്ലസ് 1 9 1 7 into 6 42 plus 1 43 4 1 into 6 6 plus 4 10. അപ്പം നമുക്ക് കിട്ടി എത്ര കിട്ടി നമുക്ക് ഇവിടെ പോയിന്റ് ഇവിടെ 3 പോയിന്റ് ഇവിടെ പോയിന്റിന് ശേഷം ഡെസിമലിന് ശേഷം 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ എങ്ങനെ വന്നു 10.392 മീറ്റർ ക്യൂബാണ്. ഇനി നമുക്ക് ഇനിയാണ് മീറ്റർ ക്യൂബ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എത്രയും നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാല് 1000 ലിറ്റർ ആണ്. ഇത് നിങ്ങൾ മറക്കരുത്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1000 ലിറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത്രയും മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് 1000 ചെയ്താൽ നമുക്ക് കിട്ടില്ലേ. അപ്പൊ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് വാട്ടർ എത്ര എന്താണ് ആ കുഴിയിൽ എത്ര വെള്ളം ഉണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 10.392 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പൊ ഇത്രയും മീറ്റർ ക്യൂബ് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇതിനെ കൊണ്ട് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇവിടെ 3 0 ഉണ്ട് അല്ലേ. അപ്പൊ പോയിന്റ് 3 തവണ അങ്ങോട്ട് പോകണം. ഏത് ഭാഗത്തേക്ക് പോകണം അങ്ങോട്ട് ഹരണം ആണെങ്കിൽ ഇങ്ങോട്ട് പോയിന്റ് വരും. നമ്മുടെ സീറോയ്ക്ക് അനുസരിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ 3 0. അപ്പോൾ ഒരു സീറോയ്ക്ക് ഒരു തവണ ഇങ്ങോട്ട് പോയിന്റ് ചാടും, ഒന്നും കൂടി ചാടി ഒന്നും കൂടി 3 0. അപ്പോൾ 3 തവണ പോയിന്റ് ഇങ്ങനെ ചാടുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും 10,392 ലിറ്റർ ആണ്. ഇത്രയും വെള്ളം നമുക്ക് എന്തുണ്ട് ഇപ്പോൾ ആ കുഴിയിലുണ്ട്. 10,392 ലിറ്റർ വെള്ളം ഇപ്പോൾ ആ കുഴിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് ഹൗ മച്ച് മോർ ലിറ്റർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ. ഇനി എത്ര വെള്ളം കൂടി എന്താണ് ഇതിന്റെ കൂടെ ഈ കുഴിയിൽ ഇനി എത്ര വെള്ളം കൂടി കൊള്ളും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ എന്ത് കണ്ടു ഇത്രയും ഇവിടത്തെ എന്താണ് ഇത് കണ്ടു എത്ര വെള്ളം ഉണ്ട് നമ്മൾ കണ്ടു. ഇനി എത്ര ഉണ്ട് ഇവിടെ ടോട്ടൽ എത്രയാണ് ടോട്ടൽ 1 മീറ്റർ എന്ന് പറഞ്ഞു നമ്മള് ഇത്രയും 1 ആണ് ടോട്ടൽ 3 ആണ്. അതിൽ 1 ഉള്ളതിന്റെ നമ്മൾ ഇത്രയും ഉള്ളതിന്റെ വോളിയം ഒക്കെ കണ്ടു. ഇനി ബാക്കി ഇത്രയും ഉണ്ടാവുക ഇത്രയും 2 മീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ 2 മീറ്റർ ഹൈറ്റുള്ള ഈ ഭാഗത്തിന്റെ വോളിയം കൂടി കണ്ടാല് നമുക്ക് ഇനി ഈ ഭാഗത്ത് എത്ര വെള്ളം ഉണ്ട് കൊള്ളില്ലേ കാണില്ലേ. അതായത് ഇവിടത്തെ കഴിഞ്ഞു ഇത് 1 മീറ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കി 1 മീറ്റർ പോയാൽ ടോട്ടൽ 3 മീറ്റർ ആണ് ഇതിന്റെ ഈ കുഴിയുടെ ആഴം. അതിൽ 1 മീറ്റർ വെള്ളം ഫുള്ളായി. ഇനി ബാക്കി ഇത്രയും 2 മീറ്റർ ഉണ്ടാവുക. അപ്പോൾ ആ 2 മീറ്റർ ഈ ഭാഗത്ത് എത്ര ഇതിന്റെ വോളിയം കണ്ടാലേ ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വോളിയം ഈസ് ഈക്വൽ ടു നമ്മൾ അതേ ഇക്വേഷൻ എഴുതാം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ പാദ പരപ്പളവ് ഇൻറ്റു ഉയരം. ഇവിടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയക്ക് വല്ല വ്യത്യാസം ഉണ്ടാവുമോ. നേരത്തെ നമ്മൾ കണ്ട അതേ എന്താണ് ഹെക്സഗൺ ഷേപ്പാണ് അല്ലേ. ഇവിടെ ഷഡ്ഭുജാണ്. അപ്പോൾ അതേ ബേസ് ഏരിയയിലെ സെയിം പാത്രമല്ലേ ഒരേ പാത്രത്തിലല്ലേ ഉണ്ടാവുക. ഇവിടെ എന്താ വ്യത്യാസം ഉണ്ടാവുക ഹൈറ്റ് ആണ് ഇവിടെ വ്യത്യാസം ഉണ്ടാവുക. ഇവിടെ ഹൈറ്റ് എത്ര ഉണ്ടാവുക 2 മീറ്റർ ഉണ്ടാവുക അല്ലേ. നേരത്തെ 1 മീറ്റർ വെച്ചിട്ട് എടുത്തു. ഇപ്പോൾ നമ്മൾ 2 മീറ്റർ ആക്കി എടുത്തു. ഇവിടുത്തെ ബേസ് ഏരിയ ഇവിടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 6√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് മീറ്റർ സ്ക്വയർ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം വോളിയം കാണാം. വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ 6√3 ഇൻറ്റു ഹൈറ്റ് 2. അപ്പോൾ 6 × 2 എന്ന് പറഞ്ഞാൽ 12√3 മീറ്റർ ക്യൂബ് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം √3ക്ക് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. 12 ഇൻറ്റു 1.732 ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കേട്ടോ 1732 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 2 × 2 4 2 × 3 6 2 × 7 14 റിമൈൻഡർ 1 1 × 2 2 + 1 3 2 3 7 1 4 8 7.
അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇതെവിടെ പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എഴുതാം 2784. ഇനി പോയിന്റ് ശേഷം 3 നമ്പറാണ്, അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും മീറ്റർ ക്യൂബാണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മീറ്റർ ക്യൂബിലല്ല ആൻസർ വേണ്ടത്, എത്ര ലിറ്ററിൽ വേണമെന്നാണ് അല്ലേ? അപ്പോൾ ലിറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ 20.784 ഇൻറ്റു 1000 ഇത്രയും ലിറ്ററാണ്. അപ്പോൾ 1000 ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ പോയിന്റ് 3 തവണ അങ്ങോട്ട് പോകും. 3 തവണ വലത്തെ ഭാഗത്തേക്ക് ചാടിപ്പോവും. ഒരു തവണ ഒരു 0ക്ക് 2 തവണ 3 തവണ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20,784 ലിറ്ററാണ്. ഇത്രയും വെള്ളം എന്താണ്? ഇത്രയും വെള്ളം 20,784 ലിറ്റേഴ്സാണ് നമുക്ക് വെള്ളമുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എഴുതാം 20,784 മോർ ലിറ്റേഴ്സ് ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ. ഇതിൽ ഇത്രയും വെള്ളം കൂടുതൽ ഇതിൽ എന്താണ് 20,784 ലിറ്റർ വെള്ളം കൂടിയും ഈ കുഴിയിൽ കൊള്ളും എന്നും കൂടി നമുക്ക് എഴുതാം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. മനസ്സിലായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ.